ഹലോ എവരിവൺ. കഴിഞ്ഞ വീഡിയോയിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ തയ്യാറാക്കണമെന്നും അത് എങ്ങനെ തയ്യാറാക്കണമെന്നും അങ്ങനെ തയ്യാറാക്കി എങ്ങനെ സേവ് ചെയ്ത് എങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ, ഐസറിന്റെ പരീക്ഷയായിട്ടുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക എന്നുള്ളതിന്റെ ഡെമോ ആണ്, ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകേണ്ടത് www.iceradmission.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്കാണ്. സോ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2025 ഈ ലിങ്കിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ ഐസർ അഡ്മിഷന്റെ വെബ്സൈറ്റിൽ നമ്മൾ ലോഞ്ച് ചെയ്തു. അതിന്റെ ഹോം പേജിൽ അവസാനമായിട്ട് അപ്ലൈ ഫോർ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2025 എന്ന് കാണാൻ പറ്റും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വിശദമായിട്ടുള്ള ബ്രോഷേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങളോട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഏതൊക്കെ ടൈപ്പ് ബ്രൗസറാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് ദ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ലിങ്കിൽ അമർത്താം. അപ്പോൾ വീണ്ടും കുറച്ച് സം ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്ത് യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമെയിലും അതുപോലെ മൊബൈൽ ഫോണും ഒക്കെ കൊടുത്ത് അതിലേക്ക് OTP വന്ന് അത് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം നമ്മളൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യും. പിന്നീട് അത് വെച്ചിട്ടാണ് നമ്മളുടെ ഫർദർ കമ്മ്യൂണിക്കേഷൻസും ഫർദർ ആയിട്ട് എന്ത് അപ്ഡേറ്റ് നമ്മൾ ചെയ്യേണ്ടത്. സോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് പറയുകയാണെങ്കിൽ മാർച്ച് 10 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ 15 വരെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. 21 തീയതിയും 22 തീയതിയും ഏപ്രിലിൽ എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിരിക്കും. ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്യാൻ മെയ് 15 തീയതിയാണ്. ഈ വർഷത്തെ എക്സാം നടക്കുന്നത് മെയ് 25 തീയതിയാണ്. ഹെൽപ്പ് ഡെസ്കിന്റെ ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ നമ്പറിൽ 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ടു രജിസ്റ്റർ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ് ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. സോ പുതിയൊരു പേജിലേക്കാണ് നമ്മൾ എത്തുന്നത്. വീണ്ടും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആൻഡ് ആ ഇൻസ്ട്രക്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം നമ്മളോട് ചോദിച്ചത് ഫുൾ നെയിം ആണ്. ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചത്. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇയർ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മന്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഡേയും സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ചോദിച്ചത് ജെൻഡർ ആണ്. മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, എനി തേർഡ് ജെൻഡർ നിങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ജെൻഡർ ഏതാണോ അത് കൊടുക്കാം. സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, ഫോറിൻ നാഷണൽ, OCI PIO എല്ലാം ഉണ്ട്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഞാൻ സെലക്ട് ചെയ്തു. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് ഇവിടെ സെലക്ട് ചെയ്താൽ ബൈ ഡിഫോൾട്ട് ഇവിടെ 91 എന്ന് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ നമ്മളുടെ ഫോൺ നമ്പർ വിത്തൗട്ട് +91 ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സോ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ആൻഡ് ഇവിടെ രണ്ടാമത് ആ ഫോൺ നമ്പർ ഒന്നും കൂടെ ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. ആൻഡ് ഇമെയിൽ ID ചോദിച്ചിട്ടുണ്ട്. ഇമെയിൽ IDയും ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ആൻഡ് ആ ഇമെയിൽ ID ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ഒന്നും കൂടെ എൻ്റെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ജനറേറ്റ് OTP എന്ന് കൊടുത്തു. ജനറേറ്റ് OTP എന്ന് പറയുമ്പോൾ വേറൊരു പേജിൽ ഒരു ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. ആ ക്യാപ്ച ഞാൻ ടൈപ്പ് ചെയ്തു. സബ്മിറ്റ് എന്ന് കൊടുത്തു. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പം 2 സ്ഥലങ്ങളിലായിട്ട് എനിക്ക് OTP വന്നിട്ടുണ്ട്. മൊബൈൽ ഫോണിലും വന്നിട്ടുണ്ടായിരിക്കും ആൻഡ് ഇമെയിലും വന്നിട്ടുണ്ടായിരിക്കും. ആ 2 OTPയും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യണം. സോ ഞാനിവിടെ എൻ്റെ ഫോണിലേക്ക് വന്ന OTP, മൊബൈൽ ഫോണിലേക്ക് വന്ന OTP ഞാൻ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ വാലിഡേറ്റ് ചെയ്തു. അത് വാലിഡേഷൻ സക്സസ്ഫുൾ ആയി. ഇനി എൻ്റെ ഇമെയിൽ IDയിലേക്ക് വന്ന OTPയും ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ വാലിഡേറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഇമെയിൽ IDയിലേക്ക് വന്ന OTPയും വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഡിക്ലറേഷൻ ആണ്. നമ്മൾ ഇപ്പോൾ ഫില്ല് ചെയ്ത എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് ഓഫ് അവർ നോളേജ് ആണ്. അത്
നമ്മൾ ആ ഡിക്ലറേഷൻ ചെയ്ത് കൊടുക്കുക, ഐ അഗ്രി എന്ന് കൊടുക്കുക. അതിനുശേഷം ഒരു ക്യാപ്ച ഉണ്ടായിരിക്കും, ആ ക്യാപ്ച നമ്മൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ റീവേരിഫൈ എന്ന് പറഞ്ഞ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും തന്നെ ഒന്നും കൂടെ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൽ തെറ്റൊന്നും ഇല്ലല്ലോ എന്നുള്ളത് റീവേരിഫൈ ചെയ്യണം. ഞാൻ എൻ്റെ പേര് വായിച്ചു നോക്കി, തെറ്റില്ലെങ്കിൽ ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി, തെറ്റില്ലെങ്കിൽ ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു. ജെൻഡർ നോക്കി ഞാൻ തെറ്റില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ടിക്ക് ചെയ്തു. ആൻഡ് മൊബൈൽ നമ്പർ ശരിയാണ്, ആൻഡ് ഇമെയിലും ശരിയാണ്. അതിനുശേഷം എല്ലാം ശരിയാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഞാൻ സബ്മിറ്റ് എന്ന് പറഞ്ഞ് ബട്ടൺ കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഇൻഫർമേഷൻ 1 സബ്മിറ്റഡ് കനോട്ട് ബി മോഡിഫൈഡ്. ഇത് നമ്മുടെ ഫൈനൽ സബ്മിഷൻ ആണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യണം എന്നാണ് അത് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മളത് മനസ്സിലായി, നമ്മളത് ക്ലോസ് ചെയ്തു. ഇപ്പൊ നമ്മളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ നമ്പർ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സൈൻ ഇൻ ചെയ്യാനും ഒക്കെ ഈ ആപ്ലിക്കേഷൻ നമ്പറിന്റെ സഹായം വേണ്ടി വരും. അപ്പൊ ഇത് നോട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഗോ ടു പേഴ്സണൽ ഡീറ്റെയിൽസ് ഫോം എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ലാപ്ടോപ്പിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ ഏതൊക്കെ ബ്രൗസറാണ് കോമ്പാറ്റബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, കാറ്റഗറി, അതർ ഡീറ്റെയിൽസ്, ഏതെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടോ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, കറസ്പോണ്ടൻസ് അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ്, പിന്നെ നമ്മുടെ സ്കൂൾ അഡ്രസ്സ്, പിന്നെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. സോ ഇനി നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെ കൊടുത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വേറെ ഓൾട്ടർനേറ്റ് ഇമെയിൽ ID നമുക്ക് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് ഓൾട്ടർനേറ്റ് ഫോൺ നമ്പറും ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. സോ ഞാൻ അതും ഇവിടെ മെൻഷൻ ചെയ്യാണ്. ആൻഡ് ഓൾട്ടർനേറ്റ് ഇമെയിൽ ID. ഇനി കാറ്റഗറിന്റെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ഏത് കാറ്റഗറി ആണോ ആ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് OBC NCL കാറ്റഗറിനെ കുറിച്ചാണ്. ഇവിടെ OBC ഉണ്ട്, OBC NCL ഉണ്ട്. അപ്പൊ അത് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം ഇവിടെ കാറ്റഗറി ആയിട്ട് സെലക്ട് ചെയ്യുന്നത് OBC NCL കാറ്റഗറി ആയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് അതർ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചത്. അപ്പൊ ആദ്യം നമ്മളോട് ചോദിച്ചത്. ആൻഡ് ഇനി നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത് അതർ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിൽ ആദ്യം ഫില്ല് ചെയ്യേണ്ടത് ഫാദേഴ്സ് നെയിം ആണ്. ആദ്യം ഗാർഡിയന്റെ നെയിം ആൻഡ് ഫാദർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫാദറിന്റെ ജോലിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ദെൻ അടുത്തത് നമ്മളോട് ഫാമിലി ഇൻകം എത്ര രൂപയാണ് എന്നാണ് ചോദിച്ചത്. ഇനി നമ്മളോട് ഇവിടെ താഴെ ചോദിച്ചിട്ടുള്ളത് ഫോട്ടോ ID ആണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോ ID എന്ന് പറയുന്നത് പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടേഴ്സ് ID, ഫോട്ടോ പതിപ്പിച്ച നാഷണലൈസ്ഡ് ബാങ്കിന്റെ എന്തെങ്കിലും പാസ്ബുക്ക്, ഫോട്ടോ പതിപ്പിച്ച 10th or +2 മാർക്ക് ഷീറ്റ്. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് ഫോട്ടോ ID ആയിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. സോ നിങ്ങളുടെ കയ്യിൽ ഏത് ഫോട്ടോ ID ആണുള്ളത് അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. സോ ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. നിങ്ങൾ എന്ത് ഫോട്ടോ ID ഇവിടെ ചൂസ് ചെയ്താലും അതിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ, ആ ഡോക്യുമെന്റിലുള്ള നമ്പർ അതിന്റെ സൈഡിൽ ആയിട്ട് കൊടുക്കണം. അതിന് ഐഡന്റിഫിക്കേഷൻ നമ്പർ വരുന്നത് എൻ്റെ ലൈസൻസ് നമ്പറാണ് ഞാൻ കൊടുക്കേണ്ടത്. സോ ഞാൻ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ SLC മാർക്ക് ഷീറ്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ SLCന്റെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ അവിടെ കൊടുക്കുക. +2 +2 ബോർഡ് എക്സാമിന്റെ നമ്മുടെ മാർക്ക് ഷീറ്റിന്റെ രജിസ്ട്രേഷൻ നമ്പറും അവിടെ കൊടുത്താൽ മതി. ആൻഡ് ഈ ആപ്ലിക്കന്റ് ഫോട്ടോ ID ആണ് നമ്മളുടെ ഫോട്ടോ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മളുടെ ഒറിജിനൽ ഡോക്യുമെന്റ് എക്സാം ഹാൾ ടിക്കറ്റിന്റെ കൂടെ നമ്മൾ കൊണ്ടുപോവേണ്ടതുണ്ട് എക്സാം എഴുതുന്ന ദിവസം. അപ്പോൾ ആ ഫോട്ടോ ID എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ മെൻഷൻ ചെയ്യുന്ന ഫോട്ടോ ID ആണ് നമ്മൾ കൊണ്ടുപോവേണ്ടി വരിക. സോ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ID തന്നെ നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇനി കാശ്മീരി മൈഗ്രന്റ് ആണോ എന്നാണ് ചോദിച്ചത്. കാശ്മീരി മൈഗ്രന്റ് അല്ലാത്ത ആൾക്കാർ നോ എന്ന് കൊടുക്കുക. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണോ, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. ഇനി നമ്മൾ അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതെന്റെ പെർമനന്റ് അഡ്രസ് ആണോ എന്നാണ് ചോദിച്ചത്. യെസ്. അപ്പൊ പെർമനന്റ് അഡ്രസ് ആണ് എന്ന് കൊടുത്താല് നമ്മളുടെ പെർമനന്റ് അഡ്രസ് ഡീറ്റെയിൽസ് താഴെയും അതുപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ലായിട്ട് വരും. സോ നിങ്ങൾ ഇതൊന്നും തെറ്റിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കണം. അപ്പൊ ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതാണ്. അങ്ങനെ അടുത്തത് നമ്മൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിന്റെ പേജിലേക്ക് എത്തി.
അവിടെ നമ്മൾ 10th പാസ്സായിട്ടുള്ള ഇയർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഏത് ഇയർ ആണോ 10th പാസ്സായത് അത് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ 10th ബോർഡാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ CBSE ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ICSE ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. SSLC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിഫോൾട്ട് ആയിട്ടൊന്നും സെലക്ട് ചെയ്യാനില്ല. സോ നമ്മുടെ കേരള ബോർഡിന് ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് വരാത്തത് കൊണ്ട് അതേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് SSLCന്റെ ബോർഡ് ഏതാണെന്ന് ചോദിച്ചാൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ് ആണ്. സോ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ അടുത്തത് ചോദിക്കുന്നത് 12th ഡീറ്റെയിൽസ് ആണ്. ആദ്യം ചോദിച്ചത് 12th പാസ് ആയിട്ടുള്ള വർഷം. അപ്പൊ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 2023 ആയിരിക്കും. ആൻഡ് റോൾ നമ്പർ 12th റോൾ നമ്പർ ആണ് ഇവിടെ നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ മാർക്ക് ഷീറ്റിലുള്ള റോൾ നമ്പർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ +2 കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്വാളിഫയിങ് എക്സാം നെയിം 12th എന്ന് കൊടുക്കുക. ഏത് ബോർഡാണ് എന്നാണ് ചോദിച്ചത്. സോ എഗെയിൻ CBSE ആണെങ്കിൽ ആ ബോർഡ് ഇവിടെ ഉണ്ട്, ICSE ആണെങ്കിൽ ആ ബോർഡ് ഇവിടെ ഉണ്ട്. ആൻഡ് കേരള ആണെന്നുണ്ടെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് കാണാൻ സാധിക്കും. ആൻഡ് നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിച്ചത് ആ സ്കൂളിന്റെ നെയിം ആൻഡ് അഡ്രസ്സ് കൊടുക്കുക. അതാണ് അടുത്തത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ പഠിച്ച സ്കൂള് ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് എന്ന് കൊടുക്കുക, പ്രൈവറ്റ് ആണെങ്കിൽ അത് കൊടുക്കുക. ആൻഡ് അടുത്തത് നമ്മളോട് ചോദിച്ചത് നിങ്ങൾ പഠിച്ച സ്കൂള് റൂറൽ ഏരിയയിലാണോ അതോ അർബൻ ഏരിയയിലാണോ എന്നാണ് ചോദിച്ചത്. ഇനി റിസൾട്ട് ഡിക്ലെയർഡ് ആണോ, നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന കുട്ടിയാണ്, ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നോ എന്ന് കൊടുക്കണം. റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കണം. ഇനി റിസൾട്ട് അവൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം +2ന്റെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ഒരു ഡിക്ലറേഷൻ ഫോം, റിസൾട്ട് അവൈറ്റിംഗ് ആണ് എന്ന് പറഞ്ഞ ഡിക്ലറേഷൻ ഫോം നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് പ്രിന്റ് എടുത്ത് അതിൽ സൈൻ ചെയ്ത് അത് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. ആ ഡിക്ലറേഷൻ ആണ് നമ്മൾ അവിടെ ഡോക്യുമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. സോ അത് നിങ്ങൾ ഓർക്കണം. എന്റെ പേഴ്സണൽ കേസിൽ പറയുകയാണെങ്കിൽ റിസൾട്ട് ഡിക്ലെയർഡ് ആണ്. കാരണം ഒരു റിപ്പീറ്ററോ റീറിപ്പീറ്ററോ ആണെങ്കിൽ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരിക. അപ്പൊ റിസൾട്ട് ഡിക്ലെയർഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയ മാർക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സോ ആദ്യം ഞാൻ ഫിസിക്സിന്റെ മാർക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ടോട്ടൽ +2 മാർക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അത് ഔട്ട് ഓഫ് 200 ആയിരുന്നു പരീക്ഷ. ഇനി അടുത്തത്, ഇനി എനിക്ക് 2 സബ്ജക്റ്റും കൂടെ ഉണ്ട്. ഞാൻ +2 മലയാളം പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഇംഗ്ലീഷും പഠിച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേഴ്സിൽ പോവുക. എന്നിട്ട് സബ്ജക്റ്റിന്റെ പേര് ചോദിക്കുമ്പോൾ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുക. എത്ര മാർക്കാണ് അതിൽ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്ന് കൊടുക്കുക. എത്ര മാർക്കിലായിരുന്നു പരീക്ഷ എന്നും കൊടുക്കുക. സോ നമ്മൾ സക്സസ്ഫുള്ളി ആഡ് ചെയ്തു. സിമിലർലി അതേഴ്സ് എടുത്തിട്ട് നമുക്ക് എന്തും ആഡ് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷും അതുപോലെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതെല്ലാം നമ്മുടെ 6 സബ്ജക്റ്റും ഫില്ല് ചെയ്താൽ, നിങ്ങൾക്ക് എത്ര സബ്ജക്ട് ഉണ്ടായിരുന്നു അത്രയും സബ്ജക്ട് ഫില്ല് ചെയ്താൽ ടോട്ടൽ +2 എത്ര മാർക്ക് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതിന്റെ ടോട്ടൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്ന് കിട്ടും. അതിന്റെ ടോട്ടൽ ഔട്ട് ഓഫ് എത്ര മാർക്കിലായിരുന്നു പരീക്ഷ എന്നുള്ളതും കിട്ടും. ഇനി അവസാനം നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ +2 മാത്സ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മിക്കവാറും നമ്മളെ കേരളത്തിലെ ആൾക്കാർ ബയോമാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്സ് ആണ് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മാത്സ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്സ് യെസ് എന്നുള്ളത് കൊടുക്കുക. അത് എന്തിനാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ BSMS ഐസർ BSMSലേക്ക് അഡ്മിഷൻ എടുക്കാൻ മാത്സ് കമ്പൽസറി അല്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതിൽ ഏതെങ്കിലും 3 സബ്ജക്ട് പഠിച്ചാൽ മതി എന്നേ ഉള്ളൂ. പക്ഷേ ഐസറിലുള്ള ചില കോഴ്സുകൾക്ക് BS എക്കണോമിക് സയൻസ്, ഭോപ്പാലിലുള്ള അതുപോലെ BTechന് അതുപോലെയുള്ള കോഴ്സുകൾക്കെല്ലാം അത് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്സ് കമ്പൽസറി ആണ്. ഇനി നിങ്ങൾ മാത്സ് റിസൾട്ട് അറിഞ്ഞ ആൾക്കാരാണ്, അതായത് കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷമോ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഡിക്ലെയർഡ് എന്ന് കൊടുക്കാം. ആൻഡ് ഈ വർഷം പരീക്ഷ എഴുതാൻ പോകുന്ന ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് അവൈറ്റഡ് എന്നാണ് കൊടുക്കേണ്ടത്. ആൻഡ് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് യു സ്കോർഡ് ഇൻ മാത്സ് എത്രയാണ് എന്നാണ് ചോദിച്ചത്. സോ ആ പെർസെൻറ്റേജ് നിങ്ങൾ ഫില്ല് ചെയ്യുക. ആൻഡ് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. സോ നമ്മളുടെ ഈ ഡാറ്റ സക്സസ്ഫുള്ളി ആഡ് ചെയ്തു. ഇനി അടുത്ത പേജിൽ എത്തുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജിലേക്കാണ് എത്തുന്നത്. ആദ്യമായിട്ട് നമ്മളോട് ചോദിച്ചത് ഫോട്ടോ ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് നമ്മൾ സിഗ്നേച്ചർ ഫോട്ടോ എടുക്കേണ്ടത്, അതുപോലെ നമ്മളോട് ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പരുവത്തിലുള്ള സ്കാൻ ചെയ്ത് വെക്കുന്നത് എന്നുള്ളതിന്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അതിന്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. സോ ഇവിടെ ആദ്യം നമ്മളോട് ഫോട്ടോഗ്രാഫ്
ഫോട്ടോഗ്രാഫാണ് ചോദിച്ചത്. അത് അപ്ലോഡ് ചെയ്യുക. അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം 200 KB ആണ്, JPEG ഫോർമാറ്റിൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ എവിടെയാണോ ഫോട്ടോ സേവ് ചെയ്ത് വെച്ചത് അത് ബ്രൗസ് ചെയ്യുക, അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഫയല് സക്സസ്ഫുൾ ആയിട്ട് അപ്ലോഡഡ് എന്ന് കാണിക്കും. അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ വ്യൂ ചെയ്യാം. വ്യൂ ചെയ്തിട്ട് നമുക്ക് കൃത്യമാണ് എന്നുള്ളത് ഉറപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഒരു സിഗ്നേച്ചറിന്റെ ഫോട്ടോ ആണ് അടുത്തത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ അതുപോലെ നമ്മൾ എവിടെയാണോ ഉള്ളത് അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫയൽ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് വരുമ്പം ക്ലോസ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ അത് വ്യൂ ചെയ്യാൻ സാധിക്കും. ഇനി അതുപോലെ നമുക്ക് കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു പ്രശ്നം പറയാൻ വേണ്ടി ഇന്റൻഷനലി സെലക്ട് ചെയ്തത് OBC NCL കാറ്റഗറിയാണ്. നിങ്ങൾ നോൺ ക്രീമി ലെയറിൽ പെട്ട ഒരു റിസർവേഷൻ കാറ്റഗറി OBC NCL ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും OBC എന്ന് സെലക്ട് ചെയ്യരുത്. OBC NCL സർട്ടിഫിക്കറ്റ് തന്നെ സെലക്ട് ചെയ്യണം. ആൻഡ് ഇവിടെ OBC NCL സർട്ടിഫിക്കറ്റ് ഐസറിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാം ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇപ്പം നേരെ ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് എന്ന് പറയുമ്പോൾ ഇന്ന് മാർച്ച് 11-ാം തീയതിയാണ്. ഈ മാർച്ച് 11-ാം തീയതി നിങ്ങൾക്ക് ഒരിക്കലും ഒരു OBC NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. നമ്മളുടെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് OBC NCL സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 1-ന് ശേഷം ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് ആണ്. ഒരിക്കലും നിങ്ങൾ JEEക്ക് അപ്ലൈ ചെയ്തതോ അല്ലെങ്കിൽ നീറ്റിന് അപ്ലൈ ചെയ്തതോ ആ സമയത്ത് ഉണ്ടാക്കി വെച്ച OBC NCL സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യരുത്. കാര്യം ഏപ്രിൽ 1-ന് ശേഷമായിരിക്കണം ഇഷ്യൂ ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സാമിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പുതിയ ഒരു OBC NCL സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ ഉണ്ടാക്കാൻ. അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ എന്ത് അപ്ലോഡ് ചെയ്യും? കാരണം നമ്മൾ ഏപ്രിൽ 1-ാം തീയതിയുടെ മുന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇന്നിപ്പോ മാർച്ച് 11-ആണ്. മാർച്ച് 11-നാണ് അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഡിക്ലറേഷൻ ഫോം ആണ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഡിക്ലറേഷൻ ഫോം എന്താ എന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മളുടെ കയ്യിൽ OBC NCL സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞത് പ്രകാരം ഏപ്രിൽ 1-ന് ശേഷമുള്ള OBC NCL സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും അതുകൊണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഇല്ല, ലേറ്റർ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്നും പറയുന്ന ഒരു ഡിക്ലറേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഡിക്ലറേഷൻ നമുക്ക് ഐസർ അഡ്മിഷൻ വെബ്സൈറ്റിൽ ഡൗൺലോഡ്സിൽ താഴെ നമ്മൾ പോയാൽ ഫോംസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സിൽ ഇവിടെ കിട്ടും. അവിടെ ഡിക്ലറേഷൻ ബൈ ദ കാൻഡിഡേറ്റ് ഇൻ വ്യൂ ഓഫ് OBC NCL സർട്ടിഫിക്കറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു PDF ആണ് നിങ്ങൾക്ക് കിട്ടുക. ഈ PDF ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, ഫോട്ടോ അഫിക്സ് ചെയ്യുക, ഫോട്ടോഗ്രാഫ് പതിപ്പിക്കുക. നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളും നിങ്ങളുടെ ഫാദറോ മദറോ സൈൻ ചെയ്ത് സ്കാൻ ചെയ്തിട്ട് വേണം ഇപ്പൊ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഈ ഫയലില് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ കയ്യിലുള്ള OBC NCL സർട്ടിഫിക്കറ്റ് ബിഫോർ ഏപ്രിൽ 1 ആണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. അത് ഡയറക്ട്ലി അപ്ലോഡ് ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാണ് OBC NCL ആണെന്നുണ്ടെങ്കിൽ ഡിക്ലറേഷൻ ഫോം ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഡിക്ലറേഷൻ ഫോം മതിയോ അഡ്മിഷൻ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അത് പോരാ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ജൂൺ 16-ാം തീയതി വരെ ഈ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് എഡിറ്റ് ചെയ്യാനും മാറ്റി അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കും, വിൻഡോസ് ഉണ്ടായിരിക്കും. ജൂൺ 16-ാം തീയതിക്ക് അകത്ത് നമ്മുടെ OBC NCL സർട്ടിഫിക്കറ്റ് ഒറിജിനൽ മാറ്റി അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പൊ ഫോർ ദ ടൈം ബീയിങ് ഏപ്രിൽ 1 വരെ നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റിന് പകരം ഡിക്ലറേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഏപ്രിൽ 1-ന് ശേഷം OBC NCL സർട്ടിഫിക്കറ്റ് പുതിയ ഡേറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടൊന്ന് വാങ്ങുക. അത് PDF ഇവിടെ ജൂൺ 16-ാം തീയതിയുടെ മുന്നേ നമ്മൾ അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ ഇപ്പൊ അപ്ലോഡ് ചെയ്യേണ്ടത് OBC NCL ആളാണ് എങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഡിക്ലറേഷൻ ഫോം ആണ്. ഇത് ഫില്ല് ചെയ്തതിന് ശേഷമുള്ള ഫോം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അത് അപ്ലോഡ് ചെയ്യുക. അത് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഫോർമാറ്റ്സ് ഉണ്ട്. 1 MB വരെ 100 MB to 1 MB വരെയുള്ള JPEG ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം.
അതുപോലെ PDF ഫോർമാറ്റ് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ PDF ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക് സ്കാനറിൽ വെച്ച് സ്കാൻ ചെയ്ത് അണ്ടർ 1 MB വരുന്ന ഫയൽ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആ ഫയൽ നിങ്ങൾ നാവിഗേറ്റ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അത് അപ്ലോഡ് ചെയ്യാണ്. സോ ഡിക്ലറേഷൻ ഫോം സക്സസ്ഫുള്ളി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിക്ലറേഷൻ ഫോം നിങ്ങൾ എടുക്കേണ്ടത് JPEG ആയിട്ട് എടുക്കാം, സാധാരണ ഫോട്ടോ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ PDF ആയിട്ട് എടുക്കാം. സോ ഞാൻ ഇവിടെ PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ക്ലോസ് എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വ്യൂ ചെയ്യാം. ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഐ ഡി ഞാൻ കൊടുത്തൊരു ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു. നിങ്ങൾ SLC ബുക്ക് ആണെങ്കിൽ SLC ബുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. സ്റ്റിൽ ഞാൻ PDF ആണ് അപ്ലോഡ് ചെയ്തത്. JPEG ആയാലും കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ ക്ലോസ് എന്ന് കൊടുത്തു. ഇനി 10ാം ക്ലാസ്സിന്റെ മാർക്ക് ഷീറ്റ് ആണ് ഇവിടെ ചോദിച്ചത്. അത് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ SLC സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അത് കണ്ടോ, അത് ഞാൻ JPEG ആണ് അപ്ലോഡ് ചെയ്തത്. സോ 2 ടൈപ്പ് ഫയൽസും അക്സെപ്റ്റബിൾ ആണ്. JPEG-ഉം ആവാം, അതുപോലെ PDF-ഉം ആവാം, നോ ഇഷ്യൂ. അതിനുശേഷം 12th റിസൾട്ടിന്റെ അല്ലെങ്കിൽ മാർക്ക് ഷീറ്റിന്റെ കോപ്പിയാണ് ചോദിച്ചത്. അതും നമ്മൾ PDF-ഓ JPEG-ഓ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത് PDF ആണ്. എല്ലാ ഡോക്യുമെന്റ്സും ഞാനിപ്പം സക്സസ്ഫുള്ളി അപ്ലോഡ് ചെയ്തു. ഈ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് ഒന്നും മാറിയിട്ടില്ലല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വ്യൂ കൊടുത്തതിന് ശേഷം കാണാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ അപ്ലോഡ് ചെയ്ത് അത് മാറ്റാവുന്നതാണ്. സോ എല്ലാം നമ്മൾ വൃത്തിയായിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ ജനറൽ EWS സർട്ടിഫിക്കറ്റ് അതിനും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. April 1 ശേഷമുള്ള ഡേറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് അലൗഡ് ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ +2 ഇപ്പൊ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാർക്ക് ഷീറ്റ് ഇനി വരാൻ പോകുന്നേ എന്നുള്ളൂ എന്നുള്ളതിന്റെ ഡിക്ലറേഷനും ഇവിടെ മാർക്ക് ഷീറ്റിന്റെ +2 മാർക്ക് ഷീറ്റിന്റെ കാര്യത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ ഡിക്ലറേഷൻ മാർക്ക് ഷീറ്റിനുണ്ട്. വെബ്സൈറ്റിൽ ജനറൽ EWS ഡിക്ലറേഷൻ ഉണ്ട്, OBC NCL ഡിക്ലറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മാർക്ക് ഷീറ്റ് ഇപ്പൊ +2 എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. അതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം വീണ്ടും മാറ്റി ഒറിജിനൽ അപ്ലോഡ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ജൂൺ 16-ാം തീയതിക്കകത്താണ് എന്നും ഇവിടെ നോട്ടിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ എക്സാമിനേഷന്റെ പ്രിഫറൻസ് എവിടെയാണ് സെന്ററിന്റെ പ്രിഫറൻസ് കൊടുക്കുക എന്നാണ്. സോ എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എന്റെ വീടിന്റെ അടുത്തായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റില് അഞ്ച് പ്രിഫറൻസേ കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ 5 പ്രിഫറൻസ് മാത്രമേ ഒരേ സ്റ്റേറ്റിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ മാൻഡേറ്ററി ആയിട്ട് സ്റ്റേറ്റ് മാറ്റാനാണ് പറയുന്നത്. സോ കേരളത്തിൽ എൻ്റെ എല്ലാ ചാൻസസും കഴിഞ്ഞു. ഇനി ഞാൻ തമിഴ്നാട്ടിൽ കൊടുക്കുകയാണ്. അപ്പൊ നമ്മളുടെ പ്രിഫറൻസ് ലിസ്റ്റും സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇനി അടുത്തത് പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. നമ്മളുടെ കാറ്റഗറി അനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ട അപ്ലിക്കേഷൻ ഫീ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ജനറൽ OBC കാറ്റഗറിക്ക് 2000 റുപ്പീസ് ആണ്, ഇവിടെ 2000 റുപ്പീസ് ആണ് കാണിക്കുന്നത്. ആൻഡ് SC ST PWD കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് 1000 റുപ്പീസ് ആണ്. ആൻഡ് അതിന്റെ താഴെ ഒരു 2 ഡിക്ലറേഷനും കൂടെ ഉണ്ട്. നമ്മൾ ഇവിടെ കൊടുത്ത എല്ലാ ഇൻഫർമേഷനും നമ്മൾ പ്രിവ്യൂ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കാറ്റഗറി ഒക്കെ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തത് എന്നും ആൻഡ് വൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ പിന്നീട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് കൊടുത്തത് എന്നാണ് പറയുന്നത്. ആൻഡ് നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെന്റ്സും ട്രൂ ടു അവർ നോളജ് ആണ്. അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതും നമ്മൾ ഇവിടെ അക്നോളജ് ചെയ്യാണ്. അതാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി ഫൈനലി ഇവിടെ ഒരു ക്യാപ്ച ഉണ്ട്. ആ ക്യാപ്ച കൂടെ നമ്മളൊന്ന് എൻറ്റർ ചെയ്യാം. അതിനുശേഷം പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ഇപ്പം കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പ്രിവ്യൂ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ 1 by 1 ആയിട്ട് എല്ലാം ചെക്ക് ചെയ്യണം. പ്രിഫറൻസ് ഓർഡർ എല്ലാം ചെക്ക് ചെയ്യണം. പ്രിഫറൻസ് ഓർഡർ ചെക്ക് ചെയ്ത് ഡിക്ലറേഷനും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുന്നു. ഫൈനലി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പം അടുത്ത സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ പ്രിവ്യൂ ചെയ്ത് ഓക്കെ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ക്യാപ്ചയും കൂടെ വരുന്നുണ്ടായിരിക്കും.
അതിനുശേഷം നമ്മൾ സബ്മിറ്റ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ പേയ്മെന്റ് മോഡിലേക്കാണ് പോകുന്നത്. പേയ്മെന്റ് മോഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് പേ ചെയ്യാനുണ്ട്. നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI. ഇനി UPI ആണ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് എങ്കിൽ UPI വെച്ച് കൊടുക്കാം. ആൻഡ് QR കോഡ് ഇവിടെ വെച്ച് QR കോഡ് വെച്ച് സ്കാൻ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. QR കോഡ് പ്രൊസീഡ് എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു UPI ആപ്പ് ഉപയോഗിച്ചിട്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തതിന് ശേഷം പേയ്മെന്റ് നടക്കും. പേയ്മെന്റ് നടത്താൻ നിങ്ങൾക്കൊരു റെസിപ്റ്റ് വരുന്നതാണ്. അതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ ഫീ അടച്ച നിങ്ങളുടെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഇമെയിലിലേക്ക് വരുന്നതായിരിക്കും. അതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. പേയ്മെന്റ് കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഐസർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഈ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും നോട്ട് ചെയ്യുക. ഫർദർ എല്ലാ കമ്മ്യൂണിക്കേഷനും നിങ്ങളുടെ ഇമെയിലിലൂടെ വരുന്നതായിരിക്കും. സോ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലൂടെയും ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഐസർ ആസ്പിറൻസും ഇപ്പൊ ഐസറിൽ ജോയിൻ ചെയ്ത കുട്ടികളും അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇനി ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐസർ കോച്ചിങ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഐസറിന് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്തും വെക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.